ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് വോയിഡ് എന്നതിനെ കുറിച്ചാണ്. ഓക്കെ, ജാവാസ്ക്രിപ്റ്റ് വോയിഡ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഈ വോയിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലൊക്കെ കാണുന്ന ഒരു ഒരു ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഒരു ഫങ്ഷൻ, ഒരു മെത്തേഡോ അല്ലെങ്കിൽ ഒരു വേർഡാണ് വോയിഡ്. വോയിഡിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ തന്നെ നൾ വാല്യൂ എന്നാണ്. ഒരു വാല്യൂ ഇല്ലാത്തതിന് അല്ലെങ്കിൽ ഒരു വാല്യൂ നമുക്ക് റിട്ടേൺ ചെയ്യാത്തതിനെയാണ് നമ്മൾ വോയിഡ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ ഈ വോയിഡിനെ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അൺഡിഫൈനഡ് ഒരു പ്രത്യേകിച്ച് ഒരു വാല്യൂ ഒന്നും നമുക്ക് റിട്ടേൺ ചെയ്യാതെ 0 മാത്രം വാല്യൂ റിട്ടേൺ ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഈ വോയിഡ് 0 മാത്രമായിട്ട് റിട്ടേൺ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ വോയിഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ വോയിഡ് ജാവാസ്ക്രിപ്റ്റ് വോയിഡ് ബ്രാക്കറ്റിൽ 0 എന്തിനാണ് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ സാധാരണ ഒരു വെബ് പേജിൽ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നേരെ അടുത്ത പേജിലേക്കായിരിക്കും പോവുക. എന്നാൽ അടുത്ത പേജിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് സ്ക്രീനിൽ വല്ല മെസ്സേജോ അതല്ലെങ്കിൽ നമുക്ക് വാണിംഗ് മെസ്സേജോ അതല്ലെങ്കിൽ മറ്റു വിവരങ്ങളൊക്കെ പുതിയൊരു പേജ് ലോഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആ പേജ് റീഫ്രഷ് ചെയ്യാതെ തന്നെ നമുക്ക് സ്ക്രീനിൽ എന്തെങ്കിലും ഇൻഫർമേഷൻസുകളൊക്കെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ജാവാസ്ക്രിപ്റ്റ് വോയിഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ജാവാസ്ക്രിപ്റ്റ് വോയിഡ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഒരു ഹൈപ്പർ ലിങ്കിൻ്റെ കൂടെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ വോയിഡ് എന്നിട്ടതിന് ശേഷം എക്സ്പ്രഷൻ ഏതാണോ അത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് എക്സാമ്പിൾ നമ്മളിവിടെ നോക്കുക. ഫസ്റ്റ് എക്സാമ്പിൾ നോക്കാം. സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളിവിടെ വന്ന് HTML തുടങ്ങി, അതിനുശേഷം ഹെഡ് കൊടുത്തു, അതിനുശേഷം ബോഡി കൊടുത്തു. ടെക്സ്റ്റുകളൊക്കെ സെൻറ്ററിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് സെൻറ്റർ എന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഹലോ വേൾഡ് എന്ന് ചേർത്ത് കൊടുത്തു. അതിൻ്റെ മുകളിലായിട്ട് ഒരു എന്താണോ നമ്മൾ ഈ പ്രോഗ്രാമിൽ ചെയ്യേണ്ടതെന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ദ ഫോളോയിങ് ലിങ്ക് ടു സീ ദ ചേഞ്ചസ് എന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇറ്റ് ഈസ് എ എക്സാമ്പിൾ ഓഫ് യൂസിങ് ജാവാസ്ക്രിപ്റ്റ് വോയിഡ്. ഈ എക്സാമ്പിളിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു ലിങ്ക് തന്നിട്ടുണ്ട്, AHREF എന്നിട്ട് ഇവിടെ വന്ന് ജാവാസ്ക്രിപ്റ്റ് വോയിഡ് എന്നിട്ട് അതിന് ശേഷം ബ്രാക്കറ്റിൽ 0 ഇട്ടു കൊടുത്തു. എന്നിട്ട് ഇവിടെ നമുക്ക് മെസ്സേജ് കാണിച്ചു തരുന്നുണ്ട്, ഇറ്റ് വിൽ ഡു നത്തിങ്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും വരില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ താഴെ തന്നെ വേറൊരു ഹൈപ്പർ ലിങ്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ജാവാസ്ക്രിപ്റ്റ് ഇവിടെ വോയിഡാണ് ചേർത്ത് കൊടുത്തതെങ്കിൽ ഇവിടെ എന്താണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്, അലേർട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു മെസ്സേജ് നമ്മൾ പ്രിന്റ് ചെയ്യണം. ഇതിലാകുമ്പോൾ വോയിഡ് 0 ആണ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഒന്നും പ്രിന്റ് ചെയ്യില്ല. എന്നാൽ ഇവിടെ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ഒരു അലേർട്ടാണ് നമുക്കിവിടെ പ്രിന്റ് ചെയ്യേണ്ടതായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. ഞാൻ ലൈവ് സെർവർ വെച്ചിട്ടാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഗോ ലൈവിൽ ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്കിത് റൺ ചെയ്ത് വന്നിട്ടുണ്ട്. ഈ ഫസ്റ്റ് ലൈനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഈ പേജിൻ്റെ ഉള്ളിൽ ഒന്നും നമുക്ക് സംഭവിക്കില്ല. അത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. ഒന്നാമത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇറ്റ് വിൽ ഡു നത്തിങ്, ഒന്നും നമ്മളെ സ്ക്രീനിൽ സംഭവിക്കില്ല. എന്നാൽ രണ്ടാമത്തെ ലിങ്കിലാണ് നമുക്ക് ക്ലിക്ക് ചെയ്യണതെങ്കിൽ നമുക്ക് സ്ക്രീനിൽ ഇതുപോലെ ഒരു മെസ്സേജ് ബോക്സ് നമുക്കിതുപോലെ ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ വോയിഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ സ്ക്രീനിൽ വോയിഡ് 0 ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ആ സ്ക്രീനിൽ ഒന്നും ഡിസ്പ്ലേ ചെയ്യേണ്ടതുണ്ട് ഇല്ലെങ്കിൽ നമുക്ക് വോയിഡ് 0 ഉപയോഗിക്കാം. ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ കൂടി നോക്കാം. ഹൈപ്പർ ലിങ്കിന് ഫോണ്ട് സൈസ് 22 പിക്സൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമാണ് CSS. അതിനുശേഷം ഇവിടെ ടെക്സ്റ്റുകൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ ക്ലോസ് അലർട്ട് ഡയലോഗ് ബോക്സ്, ദ പേജ് വിൽ നോട്ട് റീഡയറക്റ്റ് ടു പർട്ടിക്കുലർ വെബ്സൈറ്റ് ഏതിലാണോ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് വോയിഡ് എന്നതിന് ശേഷം നമ്മളിവിടെ വന്ന് 0 ആണ് ഇട്ടുകൊണ്ട് നമുക്ക് ഈ പേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു പേജിലേക്കും പോവില്ല. പക്ഷെ നമ്മളിവിടെ വന്ന് ഓൺ ഡബിൾ ക്ലിക്ക് എന്നുള്ളൊരു ഫംഗ്ഷന് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സ്ക്രീനിൽ ഈ മെസ്സേജ് ജസ്റ്റ് ഒന്ന് പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ ഇത് നമുക്കൊന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, നമ്മളിത് ലൈവ് സെർവർ വെച്ചൊന്ന് റൺ ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്ന് ഗോ ലൈവിൽ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു വട്ടം ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ ഒന്നും ഡിസ്പ്ലേ ഇല്ല, കാരണം നമ്മളിത് വോയിഡ് ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇവിടെ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ സ്ക്രീനിൽ ആ മെസ്സേജ് ഇതുപോലെ ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്ത് വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റ് വോയിഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ, നമുക്ക് മറ്റൊരു പേജിലേക്ക് പോവാതെ തന്നെ നമുക്ക് ആ പേജിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ എന്തെങ്കിലും
പ്രത്യേകിച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് വരണമെന്നുണ്ടെങ്കിലൊക്കെ നമുക്കത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇന്നാക്റ്റീവ് ആയിട്ടുള്ള ലിങ്കുകൾക്കൊക്കെയാണ് പ്രധാനമായിട്ടും ജാവാസ്ക്രിപ്റ്റ് വോയിഡ് എന്ന് ചേർത്ത് കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ആ ബട്ടൺ ആക്ച്വലി അവിടെ ഉണ്ടാവും, പക്ഷേ ആ പേജിൽ തന്നെ ആയിരിക്കും അതിൻ്റെ എല്ലാ കാര്യങ്ങളും. പുതിയൊരു പേജിലേക്ക് പോവാതെ തന്നെ നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ വേണ്ട, അതല്ലെങ്കിൽ നമ്മൾ ആ വെബ് പേജിൽ വേണ്ട കാര്യങ്ങളൊക്കെ അതേ പേജിൽ തന്നെ നിന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ജാവാസ്ക്രിപ്റ്റ് വോയിഡ് 0 ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.